ഒരു എ പിയുടെ 21-ാം പദം അതിൻ്റെ 7-ാം പദത്തിൻ്റെ 3 ഇരട്ടിയാണ്. 9-ാം പദം 18 ആണെങ്കിൽ 64-ാം പദം എന്താണ്? ഇവിടെ ഒരു എ പിയുടെ 21-ാം പദം, എ പി എന്നാൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ സമാന്തര പ്രോഗ്രഷനാണ്. അതിൻ്റെ 21-ാം പദം അതിൻ്റെ 7-ാം പദത്തിൻ്റെ 3 ഇരട്ടിയാണെന്ന് നൽകിയിട്ടുണ്ട്. 9-ാം പദം നൽകിയിട്ടുണ്ട് 18. അങ്ങനെയെങ്കിൽ 64-ാം പദം കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു എ പിയുടെ n-ാം പദം കണ്ടുപിടിക്കുന്നതിനുള്ള സൂത്രവാക്യം വേണം. അതായത് an = f + n-1 × d. ഇതിൽ എഫ് ആദ്യ പദവും ഡി പൊതുവ്യത്യാസവുമാണ്. an n-ാം പദത്തിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ 21-ാം പദം നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? a21 = f + n-ന് 21 എന്ന് കൊടുക്കണം. അപ്പോൾ 21 - 1 എന്ന് വരും. അതായത് 20. f + 20d എന്ന് വരും. അതുപോലെ 7-ാം പദമോ? 7-ാം പദം a7 = f + 7ൽ നിന്ന് കുറയ്ക്കുക 6, f + 6d. 21-ാം പദം 7-ാം പദത്തിൻ്റെ 3 ഇരട്ടിയാണെന്ന് നൽകിയിട്ടുണ്ട്. അത് നമുക്കൊരു ഇക്വേഷനായിട്ട് ഇങ്ങനെ എഴുതാം. f + 20d, അതാണ് 21-ാം പദം, = 3 × f + 6d. ഇത് 7-ാം പദവും. 7-ാം പദത്തിൻ്റെ 3 ഇരട്ടിയാണ് 21-ാം പദം എന്ന് എഴുതി. നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഫും ഡിയും തമ്മിലൊരു ബന്ധം കിട്ടും. f + 20d = 3 കൊണ്ട് ഇതിലെ ഓരോ പദത്തിനെയും ഗുണിക്കുക. 3f + 3 × 6 18d. നമുക്ക് 18d ഇടതുവശത്തേക്ക് കൊണ്ടുപോകാം. അതുപോലെ എഫിനെ വലതുവശത്തേക്കും കൊണ്ടുപോകാം. അപ്പോൾ 20d - 18d = 3f - f എന്ന് വരും. 20d നിന്ന് 18d കുറച്ചാൽ 2d. 2d = 3f നിന്ന് 1f കുറച്ചാൽ 2f. 2d = 2f ആണെങ്കിൽ d = f ആയിരിക്കും. അതായത് ആദ്യ പദവും പൊതുവ്യത്യാസവും തുല്യമായിരിക്കും. അപ്പോൾ ഈ അറിവ് വെച്ച് വേണം നമ്മളിനി അടുത്തതിലേക്ക് പോകാൻ. അപ്പോൾ ഈ പ്രോഗ്രഷൻ്റെ ആദ്യ പദവും പൊതുവ്യത്യാസവും തുല്യമാണ്. ഇനി 9-ാം പദം 18 ആണെന്ന് നൽകിയിട്ടുണ്ട്. ഈ 9-ാം പദം ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? 9-ാം പദം എന്ന് പറയുന്നത് f + 9 - 1 8d എന്ന് വരും. അപ്പോൾ f + 8d = 18 എന്ന് എഴുതാം. ഇതിലെ എഫും ഡിയും സെയിം ആണെന്ന് നൽകിയിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിച്ചു എഫും ഡിയും സെയിം ആണെന്ന്. അപ്പോൾ ഈ എഫിന് പകരം നമുക്ക് ഡി എന്ന് കൊടുക്കാം. അതായത് d + 8d = 18 എന്ന് വരും. 8dയും ഡിയും കൂടെ കൂട്ടിയാൽ 9d. 9d = 18, അല്ലെങ്കിൽ ഡിയുടെ വാല്യൂ 18/9 എന്ന് വരും. 2 ആയിരിക്കും. ഡിയുടെ വാല്യൂ 2 എന്ന് കിട്ടി. അപ്പോൾ ഡിയും എഫും തുല്യമായതുകൊണ്ട് എഫിൻ്റെ വാല്യൂവും 2 തന്നെ വരും. ഇതാണ് നമുക്കിനി വേണ്ടത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട 64-ാം പദമാണ്. അതും ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എഴുതാം. f + 64 - 1, അതായത് 63d എന്ന് വരും. എഫിൻ്റെ വാല്യൂ 2 + 63 × ഡിയുടെ വാല്യൂവും 2. 2 + 63 2 126, 126 2 128. അപ്പോൾ 64-ാം പദം 128. ശരി ഉത്തരം ഓപ്ഷൻ സി. ഒരു കോഡ് ഭാഷയിൽ മൊബൈൽ എന്നത് QSFMPI ആയി എഴുതുന്നു. അതേ ഭാഷയിൽ ഫോൺ എങ്ങനെയാണ് കോഡ് ചെയ്യുന്നത്? അപ്പോൾ ഈ കോഡ് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ചൊരു കോഡായതുകൊണ്ട് ഇംഗ്ലീഷ് അക്ഷരമാല എഴുതുന്നത് സൗകര്യപ്രദമായിരിക്കും. നമുക്ക് അക്ഷരമാല എന്ന് എഴുതാം. ഇനി നോക്കുക, മൊബൈലിൻ്റെ കോഡ് QSFMPI ആണ്. അതുപോലെ ഫോണിൻ്റെ കോഡ് നമ്മൾ കണ്ടുപിടിക്കണം. നോക്കുക, എമ്മിൻ്റെ സ്ഥാനത്ത് ക്യൂ വന്നു. എം കഴിഞ്ഞ് 4-ാമത്തെ അക്ഷരമാണ് ക്യൂ. ഓയുടെ സ്ഥാനത്ത് എസ്. ഒ കഴിഞ്ഞ് 4-ാമത്തെ അക്ഷരമാണ് എസ്. ബിയുടെ സ്ഥാനത്ത് എഫ്. ബി കഴിഞ്ഞ് 4-ാമത്തെ അക്ഷരമാണ് എഫ്. അപ്പോൾ ഓരോ അക്ഷരത്തിനും പകരം അതിന് ശേഷം വരുന്ന 4-ാമത്തെ അക്ഷരം എഴുതിയാൽ മതിയാകും. നമുക്കതിവിടെ ഉപയോഗിച്ച് നോക്കാം. പി കഴിഞ്ഞ് വരുന്ന 4-ാമത്തെ അക്ഷരം ഏതാണ്? ടി ആണ്. അപ്പോൾ ടി ആദ്യം എഴുതുന്നു.
ഈ എച്ചിൻ്റെ സ്ഥാനത്ത് എച്ചിന് ശേഷം വരുന്ന നാലാമത്തെ അക്ഷരം എല്ല് കൊടുക്കണം. അപ്പോൾ ടി എല്ലിൽ തുടങ്ങുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ബി. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ ബി ആയിരിക്കും. മുഴുവൻ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ടി എല്ലിലുള്ളത്. ഓപ്ഷൻ ബി അതാണ് കറക്റ്റ്. അരുൺ, വരുൺ, കിരൺ എന്നിവർ നടന്നാണ് പോകുന്നത്. അവരുടെ ഓരോ ചുവടും യഥാക്രമം 55 സെൻറ്റിമീറ്റർ, 60 സെൻറ്റിമീറ്റർ, 65 സെൻറ്റിമീറ്റർ. അവർ ഒരുമിച്ച് ചുവട് വെച്ചാൽ പൂർണ്ണ ചുവടുകളിലൂടെ ദൂരം മറികടക്കാൻ ഓരോരുത്തരും നടക്കേണ്ട ഏറ്റവും കുറഞ്ഞ ദൂരം എന്താണ്? ഇവിടെ മൂന്നാളുകൾ അരുൺ, വരുൺ, കിരൺ ഇവർ നടന്നു പോകുന്നു. ഇവരുടെ ഓരോ ചുവടും, അതായത് അവരുടെ ഓരോ സ്റ്റെപ്പും യഥാക്രമം 55 സെൻറ്റിമീറ്റർ, 60 സെൻറ്റിമീറ്റർ, 65 സെൻറ്റിമീറ്റർ. അതായത് അരുൺ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ 55 സെൻറ്റിമീറ്റർ കവർ ചെയ്യും, വരുൺ 60 സെൻറ്റിമീറ്റർ ദൂരത്തിലെത്തും, കിരൺ 65 സെൻറ്റിമീറ്റർ ദൂരത്തിലെത്തും. ഇവർ ഒരുമിച്ച് നടന്നു കഴിഞ്ഞാൽ പൂർണ്ണ ചുവടുകളിലൂടെ ദൂരം മറികടക്കാൻ ഇവർ നടക്കേണ്ട ഏറ്റവും കുറഞ്ഞ ദൂരം എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പൂർണ്ണ ചുവടുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതേ ഉള്ളൂ, ഇവരുടെ ഓരോരുത്തരുടെയും സ്റ്റെപ്പുകളുടെ പൂർണ്ണ അകലം. ആ പൂർണ്ണ അകലത്തിൽ ചുവടുകൾ വെച്ച് അവർ ആ ദൂരം കവർ ചെയ്യാനായിട്ട് ഏറ്റവും കുറഞ്ഞത് 3 പേരും ഒരേ ദൂരം കവർ ചെയ്യണം. അപ്പോൾ അതിന് നടക്കേണ്ട ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയെന്ന് കണ്ടുപിടിക്കണം. ആ ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് ഈ 3 അളവുകളുടെ LCM കണ്ടാൽ മതി. LCM അഥവാ ലസാഗു. അപ്പോൾ 55, 60, 65 ഇതിൻ്റെ ലസാഗു കാണണം. 3നെ 5 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 11, 12, 13. ലസാഗു കാണാനായിട്ട് ഈ 4 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. അപ്പോൾ 5 ഗുണം 11 ഗുണം 12 ഗുണം 13. ഇതിൽ 5ഉം 12ഉം കൂടെ ഗുണിച്ചാൽ നമുക്ക് 60 കിട്ടും. 11ഉം 13ഉം കൂടെ ഗുണിക്കുക. 11ഉം 13ഉം കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ 143. 143 ഗുണം 60 കാണുക, അതായിരിക്കും ക്രിയ എളുപ്പം. അപ്പോൾ 143നെ 6 കൊണ്ട് ഗുണിച്ച് 0 ചേർത്താൽ മതിയല്ലോ. $858. അപ്പോൾ 143 ഗുണം 60 8580 വരും. ഇനി ഇത് 3 അളവുകളും സെൻറ്റിമീറ്ററിലാണ് നൽകിയത്. അതുകൊണ്ട് 8580 സെൻറ്റിമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇവർ 3 പേരും പൂർണ്ണ ചുവടുകളിലൂടെ ആ ദൂരം മറികടക്കാൻ സാധിക്കും. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ 8580 സെൻറ്റിമീറ്റർ എന്നില്ല. അപ്പോൾ നമുക്കിതിനെ മീറ്ററിലാക്കാം. മീറ്റർ വരുമ്പോൾ 85 100 കൊണ്ട് ഹരിച്ചാൽ മതി. 85 മീറ്റർ 80 സെൻറ്റിമീറ്റർ വരും. 85 മീറ്റർ 80 സെൻറ്റിമീറ്റർ. ശരിയുത്തരം ഓപ്ഷൻ എ. ഡിപ്പോയിലെ ക്ലോക്ക് ഉച്ചയ്ക്ക് 1 മണി കാണിക്കുമ്പോൾ ഒരു ബസ് ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ടു. ബസ് അവസാന സ്റ്റോപ്പിലെത്തിയപ്പോൾ ആ സ്റ്റോപ്പിലെ ക്ലോക്കിൽ ഉച്ചയ്ക്ക് 1:45 ആയിരുന്നു. 30 മിനിറ്റ് വിശ്രമിച്ച ശേഷം ബസ് ആദ്യ റൂട്ടിൻ്റെ 1.5 മടങ്ങ് ദൈർഘ്യമുള്ള മറ്റൊരു റൂട്ടിലൂടെ ഡിപ്പോയിലേക്ക് മടങ്ങി. ഉച്ചയ്ക്ക് 2:30 ഡിപ്പോയിലെത്തി. ബസ് ഡിപ്പോയിലെ ക്ലോക്കിനെ അപേക്ഷിച്ച് അവസാന ബസ് സ്റ്റോപ്പിലെ ക്ലോക്ക് ഡാഷ്. ഓപ്ഷൻസ് ഒക്കെയാണ്: 10 മിനിറ്റ്സ് ഫാസ്റ്റ്, 10 മിനിറ്റ്സ് സ്ലോ, 15 മിനിറ്റ്സ് ഫാസ്റ്റ്, 15 മിനിറ്റ്സ് സ്ലോ. അപ്പോൾ ഡിപ്പോയിലെ ക്ലോക്കും അവസാന ബസ് സ്റ്റോപ്പിലെ ക്ലോക്കും തമ്മിലുള്ള ഒരു താരതമ്യമാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നോക്കുക, ഒരു ബസ് ഡിപ്പോയിൽ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് പുറപ്പെട്ടു. ബസ് അവസാന സ്റ്റോപ്പിലെത്തിയപ്പോൾ ആ സ്റ്റോപ്പിലെ ക്ലോക്കിൽ ഉച്ചയ്ക്ക് 1:45 ആയിരുന്നു. അപ്പോൾ ഈ 2 ക്ലോക്കിലെയും സമയങ്ങൾ കറക്റ്റ് ആണെങ്കിൽ 45 മിനിറ്റിൻ്റെ യാത്രയുണ്ടത്. അവിടെ 30 മിനിറ്റ് വിശ്രമിച്ചു. വീണ്ടും ആദ്യ റൂട്ടിൻ്റെ 1.5 മടങ്ങ് ദൈർഘ്യമുള്ള മറ്റൊരു റൂട്ടിലൂടെ ഡിപ്പോയിലേക്ക് മടങ്ങി. അപ്പോൾ ആദ്യ റൂട്ട് 45 മിനിറ്റ് ദൈർഘ്യമുള്ള റൂട്ടായിരുന്നു. അതിൻ്റെ 1.5 മടങ്ങ്, ഏകദേശം 1 മണിക്കൂറിന് മേളിൽ വരും, 60 മിനിറ്റിന് മേളിൽ വരും. മറ്റൊരു റൂട്ടിലൂടെ ഡിപ്പോയിലേക്ക് മടങ്ങി. ഉച്ചയ്ക്ക് 2:30 ഡിപ്പോയിലെത്തി. നോക്കുക, 1 മണിക്ക് പുറപ്പെട്ട ബസ് 2:30 ഡിപ്പോയിലെത്തി. അതായത് 1.5 മണിക്കൂർ സമയമേ ഡിപ്പോയിലെ ക്ലോക്കിൽ മാറിയിട്ടുള്ളൂ, 1.5 മണിക്കൂർ സമയം. പക്ഷേ നമ്മളിവിടെ കണ്ടു, ഈ യാത്ര ബസ് സ്റ്റോപ്പിലെ ക്ലോക്കും കറക്റ്റായിരുന്നെങ്കിൽ മൊത്തം സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറിന് മുകളിൽ പോയേനെ.
അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിലെ ക്ലോക്കിലെ സമയവും ഡിപ്പോയിലെ ക്ലോക്കിലെ സമയവുമായിട്ട് വ്യത്യാസമുണ്ട്. അത് നമുക്ക് നോക്കാം. ബസ് ഡിപ്പോയിലെ ക്ലോക്കിനെ അപേക്ഷിച്ച് അവസാന ബസ് സ്റ്റോപ്പിലെ ക്ലോക്ക് ഫാസ്റ്റ് ആണോ സ്ലോ ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തൽക്കാലം ഈ ബസ് സ്റ്റോപ്പിലെ ക്ലോക്കിലെ സമയം അങ്ങ് മറക്കാം. ബസ്സിൻ്റെ ആദ്യ യാത്ര ഡിപ്പോയിൽ നിന്ന് 1 മണിക്ക് പുറപ്പെട്ടു. അവസാന ബസ് സ്റ്റോപ്പ് വരെയുള്ള യാത്രയ്ക്ക് വേണ്ട സമയം, ഈ സമയം കറക്റ്റാണ് 45 മിനിറ്റ് എന്നാണ് വരുന്നത്. പക്ഷേ അത് കറക്റ്റല്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് ആ സമയം എക്സ് മിനിറ്റ് എന്ന് എടുക്കാം. അതായത് 1 മണിക്ക് പുറപ്പെട്ട് എക്സ് മിനിറ്റ് കൊണ്ട് അവസാന ബസ് സ്റ്റോപ്പിലെത്തി. അപ്പോൾ എക്സ് മിനിറ്റ്. അതിനുശേഷം അവിടെ 30 മിനിറ്റ് വിശ്രമിച്ചു. അതിനുശേഷം ആദ്യ റൂട്ടിൻ്റെ 1.5 മടങ്ങ് ദൈർഘ്യമുള്ള മറ്റൊരു റൂട്ടിലൂടെ ഡിപ്പോയിലേക്ക് മടങ്ങി. ആദ്യ റൂട്ടിന് എക്സ് സമയമാണ് വേണ്ടത്, എക്സ് മിനിറ്റ് സമയമാണ്. അപ്പോൾ അതിൻ്റെ 1.5 മടങ്ങ് ദൈർഘ്യമുള്ള റൂട്ടായതുകൊണ്ട് ഈ എക്സിൻ്റെ 1.5 മടങ്ങ് സമയം വേണ്ടി വരുമെന്ന് കരുതാം. അപ്പോൾ 1.5 എക്സ് എന്ന് എഴുതുക. ഇത്രയും സമയമാണ് ബസ് ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ച് ഡിപ്പോയിലെത്താൻ വേണ്ടി വന്നത്. അപ്പോൾ ഈ സമയം എത്രയെന്ന് ഡിപ്പോയിലെ ക്ലോക്കിൽ കാണിക്കുന്നത് എത്രയാണ്? 1 മണി തൊട്ട് 2:30 വരെയുള്ള സമയം, അതായത് 1.5 മണിക്കൂർ സമയമാണ്. 1.5 മണിക്കൂർ എന്നുള്ളത് നമ്മളിതെല്ലാം മിനിറ്റായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് 1.5 മണിക്കൂറിനെ മിനിറ്റായിട്ട് എഴുതുക. 90 മിനിറ്റ്. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് ആദ്യ യാത്രയുടെ സമയം കണ്ടുപിടിക്കാം. എക്സും 1.5 എക്സും കൂടെ കൂട്ടിയാൽ 2.5 എക്സ്. നമുക്ക് ഈ 30നെ വലതുവശത്തേക്ക് കൊണ്ടുപോകാം. 90 - 30 60 എന്ന് വരും. ഇനി എക്സ് കണ്ടുപിടിക്കാൻ 60നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. എക്സ് = 60/2.5 ആണ്. നമുക്ക് പോയിൻ്റ് ഒഴിവാക്കാൻ 10 കൊണ്ട് അംശത്തിലും ഛേദത്തിലും ഗുണിക്കുക. 600/25 വരും. 100-ൽ 4 തവണയാണ് 25 ഉള്ളത്. അപ്പോൾ 600-ൽ 6 × 4 24 തവണ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 24. അതായത് ആദ്യ യാത്രയുടെ സമയം, ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട അവസാന ബസ് സ്റ്റോപ്പ് വരെയുള്ള സമയം 24 മിനിറ്റാണ്. അപ്പോൾ 1 മണിക്ക് പുറപ്പെട്ട ബസ് 1 മണി 24 മിനിറ്റിന് അവസാന ബസ് സ്റ്റോപ്പിലെത്തണം. ഇവിടെ കാണിച്ചിരുന്നത് 1 മണി 45 മിനിറ്റാണ്. അപ്പോൾ 1 മണി 45 നിന്നും 1 മണി 24 മിനിറ്റ് കുറച്ച് കഴിഞ്ഞാലോ 21 മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട്. അതായത് ബസ് സ്റ്റോപ്പിലെ ക്ലോക്ക് 21 മിനിറ്റ് ഫാസ്റ്റാണ്. 21 മിനിറ്റ് ഫാസ്റ്റാണ്. 21 മിനിറ്റ് ഫാസ്റ്റാണ്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ അതില്ല. ശരി ഉത്തരം 21 മിനിറ്റ്സ് ഫാസ്റ്റ്. അരവിന്ദ് ഒരു ബാങ്കിൽ 640 രൂപ നിക്ഷേപിച്ചു. ഏതോ അടിയന്തര സാഹചര്യം കാരണം 2 വർഷവും 8 മാസവും കഴിഞ്ഞ് അദ്ദേഹം ആ തുക പിൻവലിച്ചു. ബാങ്കിൽ നിന്ന് അദ്ദേഹത്തിന് 844 രൂപ 80 പൈസ ലഭിച്ചു. ബാങ്കിന് സാധാരണ പലിശ നിരക്ക് ആണെങ്കിൽ പലിശ നിരക്ക് എത്രയാണ്? ഇവിടെ ഒരു ബാങ്കിൽ 640 രൂപ നിക്ഷേപിക്കുന്നു. 2 വർഷവും 8 മാസവും കഴിഞ്ഞ് തുക പിൻവലിക്കുമ്പോൾ 844 രൂപ 80 പൈസ ലഭിക്കുന്നു. സാധാരണ പലിശ നിരക്കാണെങ്കിൽ പലിശ നിരക്ക് എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സാധാരണ പലിശ കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യമുണ്ട്. I = PNR. ഇതിൽ I ഇൻട്രസ്റ്റിനെ സൂചിപ്പിക്കുന്നു, P നിക്ഷേപത്തുകയും N നിക്ഷേപിച്ച വർഷങ്ങളുടെ എണ്ണം, 6 പലിശ നിരക്ക്. അപ്പോൾ ഈ സൂത്രവാക്യം ഉപയോഗിച്ച് നമുക്ക് പലിശ കാണുന്ന രീതി ഒന്ന് എഴുതി നോക്കാം. ഇവിടെ P എന്ന് പറയുന്നത് നിക്ഷേപത്തുക 640. അപ്പോൾ 640 ഗുണം N വർഷങ്ങളുടെ എണ്ണമാണ്. ഇവിടെ 2 വർഷവും 8 മാസവുമാണ്. അപ്പോൾ 2 പ്ലസ് അടുത്ത വർഷം മുഴുവനായിട്ടില്ല, 12 മാസത്തിൽ 8 മാസമേ ഉള്ളൂ. അപ്പോൾ 2 + 12 8 എന്ന് വരും. = 2 പ്ലസ് 12 8നെ സിംപ്ലിഫൈ ചെയ്താൽ 4 ഉപയോഗിച്ച് ഹരിക്കാം. അപ്പോൾ 2/3. 2 + 3 2. ഇതൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. 2 3 6, 6 2 8. 8/3. 2 3 6, 6 2 8. 8 ന്യൂമറേറ്ററിൽ എഴുതുന്നു, ഡിനോമിനേറ്ററായിട്ട് 3 തന്നെ. അപ്പോൾ 3-ൽ 8 വർഷമാണുള്ളത്. നമ്മളിവിടെ 3-ൽ 8 എന്ന് എഴുതാം. ഗുണം പലിശ നിരക്കാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. തൽക്കാലം നമുക്ക് 6% എന്ന് എടുക്കാം. 6%. അപ്പോൾ 6/100 എന്ന് എഴുതുക. അപ്പോൾ ഇതാണ് പലിശയായിട്ട് വരേണ്ടത്, ഈ തുക. ഇത് എത്ര രൂപയാണ് പലിശ കിട്ടിയതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. = നോക്കുക, ഇവിടെ 844 രൂപ 80 പൈസയാണ് ലഭിച്ചത്. അത് നമുക്ക് 844.8 രൂപ എന്ന് എഴുതാം. അതിൽ നിന്ന് നിക്ഷേപ തുകയായ 640 കുറയ്ക്കുക. 204.8 രൂപയാണ് ലഭിച്ചത്. അതായത് 204 രൂപ 80 പൈസ.
അപ്പോൾ 204.8 എന്ന് ഇവിടെ എഴുതുക പലിശ. ഇനി ഇത് സോൾവ് ചെയ്ത് 6 കണ്ടുപിടിച്ചാൽ മതി. നോക്കുക, ഈ 6നെ മാത്രം നമുക്ക് ഇവിടെ നിർത്തി ബാക്കിയുള്ളതിനെയൊക്കെ മറുസൈഡിൽ കൊണ്ടുപോകാം. അപ്പോൾ 6 = 204.8 ഇൻറ്റു ഇവിടുത്തെ ഡിനോമിനേറ്ററിലുള്ള 3ഉം 100ഉം ഒക്കെ വലത് സൈഡ് ചെല്ലുമ്പോൾ ന്യൂമറേറ്ററിൽ ചെല്ലും. 3 × 100 ഡിവൈഡഡ് ബൈ 640 × 8 ഡിനോമിനേറ്ററിലും. ഓരോ പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. ഇനി 10 കൊണ്ട് 204.8 ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പോയിൻ്റ് അങ്ങ് ഒഴിവായി കിട്ടും. 2048 എന്നാവും. ഈക്വൽ ടു 2048 × 3 ബൈ 64 × 8. ഓർക്കുക, 2048 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2000 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 250. 48 6 തവണയും. അപ്പോൾ 256 എന്ന് വരും. 256. ഇനി 64ൻ്റെ ഗുണിതമാണ് 256. 64 × 4 256 ആണ്. അതുകൊണ്ട് 256നെ നമുക്ക് 64 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 4. 4 × 3 12. അപ്പോൾ 6ൻ്റെ വാല്യൂ 12 എന്ന് കിട്ടി. അതായത് പലിശ നിരക്ക് 12%. ശരി ഉത്തരം ഓപ്ഷൻ സി. അക്ബർ 10 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ച് കിഴക്കോട്ട് തിരിഞ്ഞ് 7 കിലോമീറ്റർ സഞ്ചരിച്ച് പിന്നീട് തെക്കോട്ട് തിരിഞ്ഞ് 14 കിലോമീറ്റർ സഞ്ചരിച്ച് വലത്തേക്ക് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. അക്ബറിൻ്റെ ആരംഭ സ്ഥാനത്ത് നിന്ന് ഫിനിഷിംഗ് സ്ഥാനത്തേക്കുള്ള ദൂരം എത്രയാണ്? ഡയറക്ഷൻസ് ഉൾപ്പെടുന്ന ഒരു പ്രോബ്ലമാണ്. ഡയറക്ഷൻസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. തന്നിരിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് നമുക്കൊരു ഫിഗർ വരയ്ക്കാം. നോക്കുക, ഇവിടെയാണ് അക്ബറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് കരുതുക. 10 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. വടക്കോട്ടെന്ന് പറയുമ്പോൾ മുകളിലോട്ടാവും. ഇത് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. കിഴക്കോട്ട് തിരിഞ്ഞു. കിഴക്കോട്ടെന്നാവുമ്പോൾ ഇങ്ങോട്ടാവും. കിഴക്കോട്ട് തിരിഞ്ഞ് 7 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇത് 7 കിലോമീറ്റർ. പിന്നീട് തെക്കോട്ട് തിരിഞ്ഞ് 14 കിലോമീറ്റർ സഞ്ചരിച്ചു. 14 കിലോമീറ്റർ. വലത്തേക്ക് തിരിഞ്ഞു. തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ആൾ വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറോട്ടാവും. പടിഞ്ഞാറോട്ട് എത്ര കിലോമീറ്ററാണ്? 4 കിലോമീറ്റർ സഞ്ചരിച്ചു. 4 കിലോമീറ്റർ. അക്ബറിൻ്റെ ആരംഭ സ്ഥാനത്ത് നിന്ന് ഇതാണ് ഫിനിഷിംഗ് പോയിന്റ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ചതുരം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഇതൊരു റെക്റ്റാങ്കിളായി മാറിയിട്ടുണ്ട്. ഇവിടെ ഇത് 10 കിലോമീറ്ററാണ്. ഈ ദൂരം 14 കിലോമീറ്ററാണ്. ഇത് 7 കിലോമീറ്റർ. ഇവിടെ വരെ 4 കിലോമീറ്ററേ ഉള്ളൂ. മൊത്തം 7 കിലോമീറ്റർ ആണല്ലോ. അപ്പോൾ ഇത് 4 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ബാക്കി ഇവിടെ എത്ര വരും? 3 വരും. അതുപോലെ ഇത് 10. ടോട്ടൽ 14 ആയിരുന്നു. 14ൽ 10 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 4 കിലോമീറ്റർ വരും. അപ്പോൾ ഇത് നോക്കുക, ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ മട്ടത്രികോണം. ആ മട്ടത്രികോണത്തിൻ്റെ ഒരു വശം 4 കിലോമീറ്റർ, ഒരു വശം 3 കിലോമീറ്റർ. നമുക്കതിൻ്റെ കർണമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് അപ്പോൾ മട്ടത്രികോണമായതുകൊണ്ട് അതിൻ്റെ കർണം കണ്ടുപിടിക്കാൻ നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. അതായത് പാദ സ്ക്വയർ അധികം ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ. ഈ ലംബവശങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുക കർണത്തിൻ്റെ വർഗ്ഗത്തിനോട് ഈക്വൽ ആയിരിക്കും. ഇവിടെ ലംബവശങ്ങൾ 4ഉം 3ഉം ആണ്. അപ്പോൾ 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എടുക്കുക. 4ഉം 16ഉം 3ൻ്റെ സ്ക്വയർ 9, 25 വരും. ഇത് കർണത്തിൻ്റെ വർഗ്ഗമാണ്. അപ്പോൾ കർണം എന്ന് പറയുന്നത് 25ൻ്റെ സ്ക്വയർ റൂട്ട് 5. അപ്പോൾ ഈ ദൂരം 5 കിലോമീറ്ററാണ്. ആരംഭസ്ഥാനത്ത് നിന്ന് അവസാന സ്ഥാനത്തേക്കുള്ള ദൂരം 5 കിലോമീറ്റർ. ശരി ഉത്തരം ഓപ്ഷൻ സി. ഓർക്കുക, 3, 4, 5 ഈ അളവ് ഒരു മട്ടത്രികോണത്തിൻ്റെ അളവായിട്ടേ എപ്പോഴും വരുള്ളൂ. ശ്രേണിയിലെ അടുത്ത പദം ഏത്? -2, 2, 8, 16, 26 ഡാഷ്. അപ്പോൾ ഈ സീക്വൻസിലെ അടുത്ത പദം കണ്ടുപിടിക്കാം. അപ്പോൾ ഈ പദങ്ങൾ തമ്മിലുള്ള ബന്ധം നോക്കാം. -2നോട് 4 കൂട്ടിയാൽ 2 ആയി. 2നോട് 6 കൂട്ടിയതാണ് 8. 8നോട് 8 കൂട്ടിയാൽ 16 ആയി. 16നോട് 10 കൂട്ടിയതാണ് 26. നോക്കുക, 4, 6, 8, 10 അങ്ങനെയാണ് കൂട്ടിയിരിക്കുന്ന സംഖ്യകൾ. 8, 10 അടുത്ത് വേണ്ടത് 12. അപ്പോൾ 26നോട് 12 കൂട്ടിയാൽ 38. ശരി ഉത്തരം ഓപ്ഷൻ ബി 38. അധികം എന്നാൽ ഹരണം, ന്യൂനം എന്നാൽ ഗുണനം, ഗുണനം എന്നാൽ അധികം, ഹരണം എന്നാൽ ന്യൂനം എന്നിവയാണെങ്കിൽ 7 + 7 × 7 ന്യൂനം 7 / 7 അധികം 7 × 7 / 7 ന്യൂനം 7ൻ്റെ മൂല്യം എത്ര?
അപ്പോൾ ഈ എക്സ്പ്രഷനിൽ നൽകിയിരിക്കുന്ന സിമ്പിൾസ് ഒന്നും കറക്റ്റായ മീനിങ്ങിലല്ല. അപ്പോൾ നമുക്ക് ഈ സിമ്പിൾസൊക്കെ മാറ്റി അതിൻ്റെ യഥാർത്ഥ സിമ്പിൾസ് അതാത് സ്ഥാനങ്ങളിൽ കൊടുക്കാം. സൗകര്യത്തിനായിട്ട് താഴോട്ട് ഇത് എടുത്തെഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓരോ സിമ്പിളും നമുക്ക് മാറ്റി കൊടുക്കാം. പ്ലസ് എന്നാൽ ഹരണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്ലസിൻ്റെ സ്ഥാനത്തെല്ലാം നമ്മൾ എന്ത് കൊടുക്കണം? ഹരണം. ഇനി എല്ലായിടത്തും 7 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ആദ്യം സിമ്പിൾ അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി ന്യൂനം എന്നാൽ ഗുണനമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ന്യൂനം വരുന്നിടത്തെല്ലാം നമ്മൾ ഗുണം ഇട്ട് കൊടുക്കണം. ഗുണനം എന്നാൽ അധികമാണ്. അപ്പോൾ ഗുണനത്തിൻ്റെ സിമ്പിൾ വരുന്നിടത്ത് എല്ലാം പ്ലസ് ഇട്ട് കൊടുക്കുക. ഇനി ഹരണം എന്നാൽ ന്യൂനം. അപ്പോൾ ഹരണത്തിൻ്റെ സിമ്പിൾ വരുന്നിടത്തെല്ലാം ന്യൂനം കൊടുക്കുക. ഇനി ഇതിനകത്തെല്ലാം 7 എഴുതി ചേർത്താൽ മതി. അപ്പോൾ 7/7 + 7 ഗുണം 7 ന്യൂനം 7 ഹരണം 7 അധികം 7 ന്യൂനം 7 ഗുണം 7 ഇങ്ങനെ വരും. ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് ഹരണത്തിനും ഗുണനത്തിനും മുൻഗണന കൊടുക്കണം. നോക്കുക, 7/7 1 + 7 ഗുണം 7 49 ന്യൂനം 7/7 1 + 7 ന്യൂനം 7 ഗുണം 7 49. അപ്പോൾ ഇത് നോക്കുക, 49 ഒന്നും കൂടെ കൂട്ടിയാൽ 50 വരും. 50ൽ നിന്ന് 1 കുറച്ചാൽ 49 + 7 - 49 എന്ന് വരും. 49 7 56. 56ൽ നിന്ന് വീണ്ടും 49 കുറച്ചാൽ 7 തന്നെ. അപ്പോൾ ഉത്തരം 7 കിട്ടും. ശരി ഉത്തരം ഓപ്ഷൻ എ. മാർക്കും ആൻ്റണിയും ഒരു IT സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. ഒരു ജോലി ചെയ്യുന്നതിൽ മാർക്ക് ആൻ്റണിയേക്കാൾ ഇരട്ടി കാര്യക്ഷമത ഉള്ളവനാണ്. കൂടാതെ ഒരു പ്രോഗ്രാമിംഗ് ജോലി ചെയ്യാൻ ആൻ്റണിയേക്കാൾ 30 ദിവസം കുറവെടുക്കുന്നു. മാർക്കും ആൻ്റണിയും ഒരുമിച്ച് ആ ജോലി ചെയ്യാനെടുക്കുന്ന സമയം കാണുക. ഇവിടെ 2 പേര് ഒരുമിച്ച് ഒരു ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് കാണേണ്ടത്. അവരോരോരുത്തരും തനിയെ ആ ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം ഇവിടെ തന്നിട്ടില്ല. അതുകൊണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ ഒരുമിച്ച് ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കാം. ഇവിടെ മാർക്ക് ആൻ്റണിയേക്കാൾ ഇരട്ടി കാര്യക്ഷമതയുള്ളവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ദിവസം ആൻ്റണി ചെയ്യുന്നതിൻ്റെ ഇരട്ടി പണി മാർക്ക് ചെയ്യും. അങ്ങനെ ഇരട്ടി പണി ചെയ്യുമ്പോൾ ആൻ്റണി ചെയ്യാനെടുക്കുന്ന ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തിൻ്റെ പകുതി സമയമേ മാർക്കിന് ആവശ്യമുണ്ടാവുള്ളൂ ജോലി പൂർത്തിയാക്കാൻ. ഉദാഹരണമായിട്ട് ആൻ്റണിക്ക് ഒരു ജോലി പൂർത്തിയാക്കാൻ 10 ദിവസം വേണമെന്ന് കരുതുക. മാർക്ക് അതിൻ്റെ ഇരട്ടി പണി ഓരോ ദിവസവും ചെയ്യുന്നത് കൊണ്ട് മാർക്കിന് ഇതിൻ്റെ പകുതി സമയം മതി. അതായത് 5 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കും. നോക്കുക, 10 ദിവസം സമയം വേണം ആൻ്റണിക്ക്. അങ്ങനെയെങ്കിൽ മാർക്കിന് 5 ദിവസം സമയം മതി. അതിൻ്റെ പകുതി സമയം മതി. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇവിടെ 5 ദിവസം കുറച്ച് മതിയല്ലോ മാർക്കിന് ജോലി പൂർത്തിയാക്കാൻ. 5 ദിവസം കുറച്ച് മതി. അതായത് ആൻ്റണി ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തിൻ്റെ പകുതി സമയം, അതാണ് 5 ദിവസം. ആൻ്റണി ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തിൻ്റെ പകുതി സമയം കുറച്ച് മതി മാർക്കിന് ആ ജോലി പൂർത്തിയാക്കാൻ. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. ആൻ്റണി ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തിൻ്റെ പകുതി സമയം കുറച്ച് മതി മാർക്കിന് ജോലി പൂർത്തിയാക്കാൻ. ഇവിടെ നോക്കുക, ആൻ്റണിയേക്കാൾ 30 ദിവസം കുറച്ചെടുത്താൽ മതി മാർക്കിന് ജോലി പൂർത്തിയാക്കാൻ. അപ്പോൾ ഈ 30 ദിവസം എന്ന് പറയുന്നത് ആൻ്റണി ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തിൻ്റെ പകുതി സമയമാണ്. അപ്പോൾ ആൻ്റണിക്ക് 30ൻ്റെ ഇരട്ടി 60 ദിവസം വേണം ജോലി പൂർത്തിയാക്കാൻ. ആൻ്റണിക്ക് 60 ദിവസം വേണം ജോലി പൂർത്തിയാക്കാൻ. അപ്പോൾ മാർക്കിനോ ആൻ്റണിയുടെ പകുതി സമയം മതി, അതായത് 30 ദിവസവും. അപ്പോൾ അവർ 2 പേരും തനിയെ ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന ദിവസങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ഇവർ 2 പേരും ഒരുമിച്ച് ജോലി ചെയ്യാൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കാം. ഷോർട്ട് കട്ട് ഇതാണ്. ഒരാൾ X ദിവസങ്ങൾ കൊണ്ടും മറ്റൊരാൾ Y ദിവസങ്ങൾ കൊണ്ടും ജോലി പൂർത്തിയാക്കിയാൽ 2 പേരും ഒരുമിച്ചാൽ XY/X+Y ദിവസങ്ങൾ കൊണ്ട് ജോലി തീരും. അപ്പോൾ Xന് 60 എന്ന് കൊടുക്കാം, Yക്ക് 30 എന്നും കൊടുക്കുക. 60 × 30 / 60 + 30 സമം 60 × 30/90 എന്ന് വരും. പൂജ്യങ്ങൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 9 ഉണ്ട്, 3 ഉണ്ട്. 3 കൊണ്ട് ഹരിക്കാം. 3 കൊണ്ട് ഇവിടെ ഹരിച്ചു കഴിഞ്ഞാൽ 3, ഇവിടെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 1. 60നെ 3 കൊണ്ട് ഹരിച്ചാൽ 20. അപ്പോൾ 20 ദിവസം കൊണ്ട് ജോലി തീർക്കാൻ 2 പേരും ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ശരി ഉത്തരം ഓപ്ഷൻ ഡി.